പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. പൗലോസിൻ്റെ മാനസാന്തരം പൂർണ്ണഹൃദയത്തോടെ അവനെ അങ്ങേയ്ക്കായി നേടിയെടുത്തതിനെക്കുറിച്ച് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും, അനന്യാസ് അങ്ങയോട് പറയുന്നുണ്ട്, കർത്താവെ, അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും അങ്ങയുടെ നാമത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവനാണ്, അവനെ സകലർക്കും ഭയമാണ്. കർത്താവെ, നീ പറഞ്ഞു അനേകരെ നേടിയെടുക്കുവാൻ വേണ്ടി സഹനങ്ങൾ ധാരാളം ഏറ്റുവാങ്ങാൻ പോകുന്നവനാണ് അവനെന്ന് പറയുകയും അവനെ സ്നാനപ്പെടുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പൗലോസ് ആയി മാറുന്ന സൗൾ എന്ന ചെറുപ്പക്കാരൻ സമ്പൂർണമായും ക്രിസ്തുവിനെ നേടുവാൻ തൻ്റെ ജീവൻ തന്നെ ബലിയായ അവസാനം നൽകിക്കൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച നിമിഷം മുതൽ പരിശ്രമിച്ചു. യേശു ദൈവപുത്രനാണെന്ന് പറയുന്നവരെ കൊല്ലുന്നവൻ ഇതാ യേശു ദൈവപുത്രനാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് ദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച് അങ്ങയെ പ്രഘോഷിച്ചു. കാരുണ്യവാനായ കർത്താവേ, പൗലോസിൻ്റെ ഈ മാറ്റം സമ്പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദൈവപുത്രനാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച് അങ്ങയെ പ്രഘോഷിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഇന്നിതാ ഈ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തി അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തി ഓരോ നിമിഷവും അങ്ങേ കൃപകളാൽ നിറഞ്ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ പെട്ടെന്നുള്ള മരണത്തെ ഞങ്ങളെ കാത്തുകൊള്ളണം. പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഈ രാത്രിയിൽ സുഖമായി നിദ്ര നൽകണമേ. അങ്ങയുടെ ദൂതന്മാരെ ഞങ്ങളുടെ സംരക്ഷണത്തിനായി അയക്കുകയും സ്വർഗീയ ദൂത് നൽകി അനുഗ്രഹിക്കുകയും പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയും ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.